ഹലോ, ഹെഡ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ ചെറുതായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരുമുണ്ട്, എന്നാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അധികം ലെങ്തി അല്ലാത്ത വീഡിയോസ് അതായത് കുക്കിംഗ് റെസിപ്പി ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാവരെയും നമുക്ക് പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ഈസി ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ രുചി നിങ്ങൾ പ്രതീക്ഷിക്കരുത്, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ എളുപ്പമാണ്. അതുകൊണ്ട് വ്ളോഗ് ഇടാത്തത് കൊണ്ട് ആരും പിണങ്ങരുത്. നമുക്ക് ഇടയ്ക്ക് വ്ളോഗ് ഇടാം, ഇടയ്ക്ക് റെസിപ്പികൾ ഇടാം, ഇങ്ങനെ പോട്ടെ കുറച്ച് നാൾ. കാരണം എല്ലാവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. കാരണം ഡേറ്റ അധികം ഇല്ലാത്തവരുണ്ട്, വ്ളോഗ് കാണാൻ പറ്റാത്തവർ, റെസിപ്പികൾ മാത്രം ഇഷ്ടപ്പെടുന്നവർ. അപ്പം അവരെയും നമ്മൾ ഉൾക്കൊള്ളണമല്ലോ, അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ മാനിക്കണമല്ലോ. അങ്ങനെ കാരണം എനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട്, ചേച്ചി വ്ളോഗും ഇഷ്ടമാണ്, എന്നാൽ റെസിപ്പികൾ കൂടി സെപ്പറേറ്റ് ഷെയർ ചെയ്യുമെന്ന് കമൻറ്റ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് നോക്കാം. പിന്നെ റെസിപ്പി ആണല്ലോ, അയ്യോ വേണ്ടാന്ന് പറഞ്ഞാലും കാണാതിരിക്കരുത്. നിങ്ങളിത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, എളുപ്പമാണ്. അപ്പൊ നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇന്നത്തെ നമ്മുടെ ഐസ്ക്രീം എന്ന് പറയുന്നത് ഓട്സ് കൊണ്ടുള്ള ഐസ്ക്രീമാണ്. ഞാനിവിടെ ഡിസാനോടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുള്ള ഓട്സ് ആണിത്. ഇത് ആമസോൺ വഴിയാണ് കിട്ടുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ കപ്പിന് 1 കപ്പ് ഓട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പാല് നമുക്ക് കട്ടി അനുസരിച്ച് കൂട്ടാം, കുറയ്ക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് 1/2 ലിറ്റർ ഫുള്ള് ചിലപ്പം എടുക്കേണ്ടി വരില്ല. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും എടുക്കാമേ. ഇനി നമുക്കൊരു പാൻ എടുത്ത ശേഷം ഓട്സ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 3-4 മിനിറ്റിന്റെ ആവശ്യമുള്ളൂ ഈ ഓട്സ് വേവാനായിട്ട്. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് പഞ്ചസാര അല്ല കുറച്ചുകൂടി ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ല, ഞാൻ പറയാം, പിന്നെ നമുക്ക് തേൻ ചേർത്താൽ മതി. അപ്പൊ തേനല്ല പഞ്ചസാര ചേർക്കണമെന്നുള്ളവർ ഇപ്പം പഞ്ചസാര ചേർക്കാം. ഇത് കുറുകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മൊത്തം പാലും ഒഴിക്കേണ്ട, കുറച്ച് പാലൊഴിച്ച് ആദ്യം ഒന്ന് വേവിച്ചാൽ മതിയേ. പഞ്ചസാരയുടെ അളവും ഞാൻ പറയുന്നില്ല, ഇട്ട് നോക്കിയിട്ട് മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ചേർക്കാം. വാനില എസൻസിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വാനില എസൻസും ചേർക്കാം. ഞാൻ പക്ഷേ വാനില എസൻസ് ചേർക്കുന്നില്ല, അതിന് പകരം ഞാൻ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഓട്സ് നന്നായിട്ട് വെന്തു, ഞാൻ ഫുൾ പാൽ ഒഴിച്ചിട്ടില്ല. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം തണുത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. യാതൊരു കാരണവശാലും ചൂടോടെ മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കല്ലേ, അത് അടപ്പ് തെറിച്ചു പോകും ചൂട് കാരണം. കട്ടി കൂടുതലാണെങ്കിൽ അരയ്ക്കാൻ ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ അഗാരോയുടെ ന്യൂട്രി ബ്ലെൻഡർ ആണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഈ ബ്ലെൻഡർ. നല്ലൊന്നാന്തരം ബ്ലെൻഡറാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് മേടിക്കാം, ആമസോണിൽ നിന്നാണ് കിട്ടുന്നത്. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കാമേ, നമ്മുടെ ഐസ്ക്രീമിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. നന്നായിട്ട് അരച്ചെടുത്തു. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഈ കൊക്കോ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, ഒത്തിരി വേണ്ട. ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ്. ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസ് ചേർക്കണം. എസൻസ് വാനില തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മാംഗോയുടെ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിളിന്റെ ഇഷ്ടമാണെങ്കിൽ ഏത് എസൻസും എടുക്കാം കേട്ടോ. ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത ചോദ്യം എനിക്കറിയാം, ചേച്ചി എസൻസ് അത്യാവശ്യമാണോ? ഇതായിരിക്കും ചോദ്യം. ഇല്ലാതെയും ഉണ്ടാക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഈ എസൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഐസ്ക്രീമിനൊരു മണവും ടേസ്റ്റും ഒക്കെ കൂട്ടുന്ന സംഭവമാണ്. അപ്പോൾ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് ഞാൻ ഇത് മിക്സ് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ തണുപ്പിക്കാനുള്ള പാത്രം എടുക്കണം. അതിലേക്ക് ആദ്യം കുറച്ച് മിക്സ് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് കൊക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ പോലെ തോന്നിക്കും, 2 കളർ മിക്സ് ആകുമ്പോൾ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ലെയർ പോലെ കാണണമെങ്കിൽ ആദ്യം ഒരു ബാറ്റർ ഒഴിച്ച ശേഷം അത് ഇത്തിരി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം അതിന്റെ മുകളിൽ വീണ്ടും അടുത്ത ബാറ്റർ ഒഴിച്ച് തണുപ്പിക്കുക. അന്നേരം നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം.
ഇനി നിങ്ങൾ തേനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മിക്സിയിൽ അരച്ചെടുത്തില്ലേ, അതിനുശേഷം അതിലേക്ക് തേൻ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് സെറ്റ് ചെയ്ത ശേഷം മുകളിൽ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ റാപ്പ് ചെയ്യുന്ന ഷീറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്ത ശേഷം അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഐസ് ഫോം ആവില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല കേട്ടോ, അതുകൊണ്ടാണ്. നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, ഇങ്ങനെയുള്ള ചില്ലറ പില്ലറ സാധനങ്ങളെല്ലാം എനിക്കിനി മേടിക്കണം. ഇനി ഇത് ഫ്രിഡ്ജിൽ കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം. നന്നായിട്ട് ഐസ് ആവണമല്ലോ. അപ്പൊ ഇതും നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ കൂളിങ്ങിൽ ഡിപ്പെൻഡ് ആണ്. 8 മണിക്കൂറോ 10 മണിക്കൂറോ അതോ 6 മണിക്കൂറോ എന്നുള്ളത് നന്നായിട്ട് സെറ്റ് ആവണം. ഇതിപ്പോ 9 മണിക്കൂർ കഴിഞ്ഞു, നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കട്ടെ. ഇപ്പൊ ഈ കട്ടിയോടെ നമുക്ക് സ്പൂണിൽ അത് വരില്ല, ഇത്തിരി ഒന്ന് ലൂസ് ആവട്ടെ. ഇപ്പൊ അതേ നന്നായിട്ട് ലൂസായി. സത്യം പറഞ്ഞാൽ പാത്രത്തിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങി. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ ഒരു ഐസ്ക്രീം വേണമെന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാമേ. അത് നമ്മൾ ഈ ഓട്സ് അരയ്ക്കുമല്ലോ മിക്സിയിലിട്ട്, അതിന്റെ കൂട്ടത്തിൽ അടിച്ചെടുത്താൽ മതി. ഞാൻ ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായൊന്നും കമന്റ് ഇടാൻ മറക്കല്ലേ. നിങ്ങളുടെ എന്ത് അഭിപ്രായ നിർദ്ദേശം ഉണ്ടെങ്കിലും കമന്റ് ഇട്ട് അറിയിക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.